ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഓരോ നോമ്പുകളും ആത്മപരിശോധനയുടെ നാളുകളാണ്. കഴിഞ്ഞ 25 ദിവസങ്ങളായി നാം യേശു കർത്താവിൻ്റെ ജീവിതവും കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണവും ധ്യാനിക്കുന്നു. 26-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വിശ്വാസം രക്ഷയിലേക്കുള്ള വഴി എന്നതാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 50-ാം വാക്യം വായിക്കുന്നു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. മരിപ്പാറായി കിടന്നിരുന്ന യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് ചെറിയ 2 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മരണത്തെ ജയിക്കുന്ന വിശ്വാസം. കർത്താവ് ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് യായിറോസിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് തൻ്റെ മകൾ മരിച്ചുപോയി, എല്ലാം അവസാനിച്ചു, നീ ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് അവനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട കർത്താവ് അവരോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സാഹചര്യത്തിൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. നമ്മുടെ ജീവിതത്തിലും മരണതുല്യമായ ചില സാഹചര്യങ്ങൾ വരും. എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതും. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. വിശ്വാസമാണ് രക്ഷയിലേക്കുള്ള വഴി. യായിറോസിൻ്റെ വീട്ടിലെത്തിയ യേശു കർത്താവ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ അകത്ത് കയറ്റി. ബാക്കി ആരെയും തന്നോടുകൂടെ അകത്ത് കയറുവാൻ സമ്മതിച്ചില്ല. വിശ്വാസമുള്ളവരെയാണ് കൂടെ കൊണ്ടുപോയത്. കാരണം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് വിശ്വാസമുള്ള ഹൃദയങ്ങളിലാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവിക പ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളും വിശ്വാസമുള്ള നിലങ്ങളായി ഒരുക്കപ്പെടണം. എങ്കിൽ മാത്രമേ മരണതുല്യമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷയിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി, ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് യേശു പറയുന്നു. എന്നാൽ അവൻ്റെ വാക്കിൽ വിശ്വാസമില്ലാതിരുന്ന ജനം അവനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം യേശു അവളുടെ കൈ പിടിച്ച് ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നു. മരണമാകുന്ന നിദ്രയിൽ നിന്ന് യേശുവിൻ്റെ ഒരു വാക്കിനാൽ അവൾ ഉണർന്നു. അതെ, നമ്മുടെ ജീവിതത്തിലും മരണതുല്യമായ പല അവസ്ഥകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ യേശു കർത്താവിൻ്റെ ഒരു വാക്ക് മതി. കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പിക്കാം. കർത്താവിലുള്ള വിശ്വാസം, അവൻ്റെ ഒരു വാക്ക്, ഇത് നമ്മെ പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കും. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ വീഴാതിരിപ്പാൻ കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് പ്രത്യാശയോടെ ജീവിതയാത്ര ചെയ്യുവാൻ ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം വിശ്വാസം ഉണ്ട് എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട സമയമാകുന്നു ഇത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിലുള്ള വിശ്വാസത്തിൽ വളരുവാനും അതിൽ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ.